നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇലക്ഷൻ എക്സ്പ്രസിലേക്ക് സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രധാനമായും മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ ഒരു ഉരുക്ക് കോട്ട തന്നെയാണ്. ഒരു ക്ലീൻ സ്വീപ്പ് എന്ന രീതിയിൽ തന്നെയാണ് UDF ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ 16 നിയമസഭാ മണ്ഡലങ്ങളും പ്രതീക്ഷിക്കുന്നത്. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ സാമാജികരെ നിയമസഭയിലേക്ക് സമ്മാനിക്കുന്ന ജില്ല ആണ് മലപ്പുറം. മലപ്പുറം ജില്ലയിൽ ആര് വാഴും, ആരാണ് അവിടെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുക എന്നുള്ളത് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും UDFന് വലിയൊരു വിശ്വാസമുണ്ട്. മലപ്പുറം ജില്ലയിലെ 16 സീറ്റുകളും പിടിച്ചെടുക്കും എന്നുള്ളത് തന്നെ. അതുകൊണ്ട് തന്നെ ശക്തമായ മത്സരം തന്നെ നടന്നിരുന്ന ഒരു ജില്ലയാണ് മലപ്പുറം ജില്ല. അവിടെ LDFും ഒട്ടും പിന്നിലായിരുന്നില്ല. പിടിച്ചെടുക്കുക, കൈവിട്ടുപോയ സീറ്റുകൾ ഓരോന്നായി പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യം മാത്രമായിരുന്നു LDFന് ഉണ്ടായിരുന്നത്. ഇവിടെ ഉരുക്ക് കോട്ടകളിൽ വിള്ളൽ വീഴുമോ എന്നാണ് ചിന്തിക്കേണ്ടത്. എന്റെ ഒപ്പം ജോർജ് കൂടി ചേരുന്നു. മലപ്പുറം ജില്ലയിലേക്ക് നോക്കുകയാണെങ്കിൽ 16 നിയമസഭാ സീറ്റുകളാണുള്ളത്. 16 നിയമസഭാ സീറ്റുകൾ നോക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നിൽക്കുന്നത് തന്നെ UDFന് മേൽക്കോയ്മയാണ്. ഈ പ്രാവശ്യം എങ്ങനെയായിരിക്കും, വിള്ളലുകൾ വീഴുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. തീർച്ചയായും മലപ്പുറം UDFന്റെ അല്ലെങ്കിൽ ലീഗിന്റെ ഉറച്ച കോട്ട തന്നെയായി ഇത്തവണ നിൽക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. കഴിഞ്ഞ നമുക്കറിയാം, റോജി പറഞ്ഞതുപോലെ 16ഓളം നിയമസഭാ മണ്ഡലങ്ങൾ, അതിൽ തവനൂര്, ഒപ്പം തന്നെ പൊന്നാനി, നിലമ്പൂര്, ഒപ്പം തന്നെ ഈ പറയുന്ന താനൂര്, ഈ മണ്ഡലങ്ങൾ ഒഴികെ ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും UDFന്റെ ഒരു അപ്രമാദിത്വം തന്നെയായിരുന്നു. പലപ്പോഴും UDF ജയിച്ചു കയറുന്ന, ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറുന്ന മണ്ഡലങ്ങളുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു 10K+, 20K+ എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മലപ്പുറത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളും ആ മണ്ഡലം രൂപീകരിച്ച കാലഘട്ടം മുതൽ തന്നെ ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് ജയിച്ചു കയറുന്ന ഒരു പ്രതിഭാസത്തിനാണ് അവിടെ സാക്ഷ്യം വഹിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തവണ ഭരണവിരുദ്ധ വികാരം, UDF അനുകൂല തരംഗം ശക്തമായിട്ട് ആഞ്ഞടിച്ചാൽ ഒരുപക്ഷെ 16 നേടാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. കാരണം അത് മണ്ഡലത്തിലെ പല ചരിത്രങ്ങളും എടുത്തു നോക്കുമ്പോൾ, ഇപ്പോൾ LDFന്റെ കൈവശമുള്ള പല മണ്ഡലങ്ങളുടെയും പൂർവ്വകാല ചരിത്രം എടുത്തു നോക്കുമ്പോൾ അത് ലീഗിന് അനുകൂലമാണ്, കോൺഗ്രസിന് അനുകൂലമാണ്. ഒരുപക്ഷെ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ 16 UDFന്റെ പോക്കറ്റിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ചില ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ചില മണ്ഡലങ്ങളിലൂടെ നമുക്കറിയാം, ഈ തവനൂര്, ഈ പൊന്നാനി, നിലമ്പൂരും അത്യാവശ്യം നല്ലൊരു ഫൈറ്റ് നടക്കുന്നത്. പെരിന്തൽമണ്ണ കഴിഞ്ഞ തവണ എനിക്ക് 38 വോട്ടുകൾക്ക് കണ്ടാണ് ഇവിടെ നജീബ് കാന്തപുരം ജയിച്ചു കയറിയത്. അതുപോലെ തന്നെ അവിടെ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൊണ്ടോട്ടി മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും കൊണ്ടോട്ടി മുതൽ തന്നെ തുടങ്ങാം. അത് കൊണ്ടോട്ടി ഈ പറയുന്നത് പോലെ മണ്ഡലത്തിന്റെ രൂപീകരിച്ച കാലഘട്ടം മുതൽ തന്നെ കൊണ്ടോട്ടി മണ്ഡലം ലീഗിന്റെ ഉറച്ച കോട്ട തന്നെയാണ്. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് LDFന് വേണ്ടിയിട്ട് CPMലെ ഡോക്ടർ P. ജിജി മത്സരിക്കുന്നു. ഒപ്പം തന്നെ UDFന് വേണ്ടി TP അഷ്റഫ് അലി അവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അവിടെ ശക്തമായിട്ടുള്ള ഒരു വേരോട്ടം അവിടെ ലീഗിനുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 44,000 വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ ലീഗിനുണ്ടായിരുന്നു. 2021 17,000 വോട്ടുകൾ, 2016 10,000 വോട്ടുകൾ, 2011 28,000 വോട്ടുകൾ. അപ്പോൾ ഒരു 10K+ എന്ന് പറയുന്ന ഒരു എബവ് 50% വോട്ട് ഷെയർ അവിടെ ലീഗിനുണ്ട്. അത് ലീഗിന് തന്നെയായിരിക്കും. അതെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും ലീഗ് ശക്തമായ ഒരു സാന്നിധ്യം തന്നെ അവിടെ കാഴ്ചവെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് തോന്നുന്നു. കൊണ്ടോട്ടി എന്ന് പറയുന്നത് UDFന്റെ കൈകളിൽ ഭദ്രമായി ഈ പ്രാവശ്യം 2026 ഇരിക്കും എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇനി അടുത്ത ഏത് മണ്ഡലത്തിലേക്ക് പോകണം? ഇനി അടുത്തത് നമുക്ക് ഏറനാടിലേക്കാണ് പോകേണ്ടത്. ഏറനാട് നമുക്കറിയാം, PK ബഷീർ അദ്ദേഹം വളരെ കാലങ്ങളായിട്ട് ജയിച്ചു കയറിക്കൊണ്ടിരിക്കുന്ന മണ്ഡലം തന്നെയാണ്. 2011 മുതൽ അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ലീഡ് നില ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ പറയുന്ന ഏറനാട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള ചില ശൈലികളിലുള്ള പ്രസംഗമൊക്കെ അവിടെ വളരെ ശ്രദ്ധേയമാണ്. അതിനാൽ മണ്ഡലം രൂപീകരിച്ച കാലം മുതൽ തന്നെ UDFന്റെ ഉറച്ച കോട്ട തന്നെയാണ് ഏറനാട് എന്ന് പറയുന്നത്. എത്ര വലിയ LDF അനുകൂല തരംഗം ആഞ്ഞടിച്ചാലും അതവിടെ തീർച്ചയായിട്ടും UDFന് അല്ലെങ്കിൽ ലീഗിന് ഭദ്രമായിട്ട് തന്നെ ഏറനാട് ഇരിക്കുമെന്ന്. അതെ, ഏറനാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ പലപ്പോഴും 2019 പ്രളയം, അതായത് 2017 ഒരു മലയിടിച്ചിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ഒരു മണ്ഡലം കൂടിയായിരുന്നു. ആ സമയത്തെല്ലാം തന്നെ വളരെ ശക്തിയായ സ്വാധീനം അവിടെ ബഷീർ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉറച്ച ഒരു കോട്ട തന്നെയാണ്, മുസ്ലിം ലീഗിന്റെ ശക്തമായ ഒരു കോട്ട തന്നെയാണ്. അപ്പോൾ ഏറനാട് മണ്ഡലവും ഈ പ്രാവശ്യം നിലനിർത്തും എന്നുള്ളത് തന്നെയാണ് UDFന്റെയും LDFന്റെയും അതെ, തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നു അവിടെ UDFന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 57,000 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. 2021 22,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് PK ബഷീർ ഇപ്പൊ അവിടെ ജയിച്ചു കയറി നിൽക്കുന്നത്. അതിനാൽ തന്നെ അതിനെ മറികടക്കുക എന്ന് പറയുന്ന നിലവിലെ സാഹചര്യത്തിൽ CPI സ്ഥാനാർത്ഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഷഫീർ കീഴ്ശേരിക്ക് സാധ്യതയില്ല. അതിനാൽ തന്നെ ഏറനാട്, കൊണ്ടോട്ടി UDFന് നമുക്ക് എഴുതി തള്ളാമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തത് നിലമ്പൂരാണ്. അതെ, എന്റെ മണ്ഡലമാണ്. നിലമ്പൂർ എന്ന് പറയുമ്പോൾ ആര്യാടൻ ഒരു അപ്രമാദിത്യം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു. പക്ഷേ അവിടെ 2016 PV അൻവർ വരികയും ആ മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം 2024 അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയും അവിടുന്ന് PV അൻവർ മത്സരിച്ചെങ്കിലും ആര്യ ഷൗക്കത്ത് വിജയിച്ച് കയറുകയും ചെയ്തൊരു സാഹചര്യം തന്നെയായിരുന്നു. ഏകദേശം
PV അൻവർ ഒരു 20,000 വോട്ടുകൾ ഉപതെരഞ്ഞെടുപ്പിൽ പിടിച്ച ഒരു മണ്ഡലം തന്നെയാണ്. എന്നാൽ കൂടി ഈ പ്രാവശ്യം UDF-ന്റെ കൂടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. കണക്കുകൾ എല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 8,000-നും 10,000-നും ഇടയ്ക്കുള്ള വോട്ടിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ച് കയറുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. അതിലൊരു സംശയം എനിക്ക് തോന്നുന്നു, ഷറഫ് അലി അദ്ദേഹം മുൻ ഫുട്ബോൾ താരം കൂടിയാണ്. മലപ്പുറം എന്ന് പറയുന്ന ഫുട്ബോളിന്റെ പേര് കേട്ടതാണ്. അതിനാൽ തന്നെ അത് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം യുവ വോട്ടർമാർക്കിടയിൽ ചെലുത്താനുള്ള തീർച്ചയായിട്ടും അത് ഈ നിലമ്പൂർ എന്ന് പറയുന്നത് ഒരു UDF-ന്റെ മണ്ഡലം തന്നെയാണ്. അവിടെ PV അൻവർ വരികയും അദ്ദേഹം വോട്ടുകൾ പിടിക്കാൻ 2016-ൽ വരികയും ചെയ്തിരുന്നു. പക്ഷേ ഷറഫ് അലിക്ക് എത്രത്തോളം അവിടെ ആളുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു കാര്യമല്ല. ഫുട്ബോളിനെ പേരുകേട്ട മണ്ഡലം തന്നെയാണെങ്കിലും ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളാണെങ്കിലും ആ വോട്ടുകൾ ഷറഫ് അലിക്ക് ഒരു ഫുട്ബോളിന്റെ പേരിൽ പോകും എന്നുള്ള കാര്യം വളരെ സംശയം തന്നെയാണ്. അപ്പോൾ എന്തുവന്നാലും UDF-ന് തന്നെയാണ് അവിടെ ആര്യാടൻ ഷൗക്കത്ത് തന്നെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. നമുക്കിനി വണ്ടൂരിലേക്ക് പോകാം. വണ്ടൂര് കോൺഗ്രസിന്റെ ഒരു സിറ്റിംഗ് സീറ്റ് തന്നെയാണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് AP അനിൽകുമാർ അവിടെ ജയിച്ചു കയറുന്ന ഒരു മണ്ഡലം. എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം കൂട്ടുന്നുണ്ട്. 2021-ൽ അല്പം ഒന്ന് ഭൂരിപക്ഷം കുറഞ്ഞു. 2016-ൽ 23,000 ആയിരുന്നത് 2021-ലേക്ക് എത്തിയപ്പോൾ ഒരു 10,000-ത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം. വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലാണ് ഈ വണ്ടൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു കോൺഗ്രസ് അനുകൂല മണ്ണ് തന്നെയാണ് ഈ വണ്ടൂർ എന്ന് പറയുന്നത്. മണ്ഡലത്തിന്റെ തുടക്ക കാലഘട്ടം മുതൽ തന്നെ UDF സ്ഥാനാർത്ഥികൾ അവിടെ ജയിച്ചു കയറുന്നു. 96-ൽ മാത്രമാണ് അവിടെ ഒരു LDF അനുകൂല തരംഗം അവിടെ വീശിയടിച്ചത്. അതിനാൽ തന്നെ വണ്ടൂരും കോൺഗ്രസിന്റെ പോക്കറ്റിൽ ഭദ്രമായിരിക്കും. അടുത്ത് നമുക്ക് ഇനി പോകേണ്ടത് നമുക്കിനി അടുത്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ ശക്തമായിട്ടുള്ള മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങൾ അവിടെ ഉണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പെരിന്തൽമണ്ണ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ വളരെ ഒരു നെക്ക് ടു നെക്ക് ഫൈറ്റ് തന്നെയാണ് അവിടെ നടന്നത്. അവിടെ നജീബ് കാന്തപുരം വെറും 38 വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചു കയറിയത്. അപ്പോൾ അതിനാൽ തന്നെ ശക്തമായിട്ടുള്ള ഒരു മത്സരം ഇത്തവണ അവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ കുറഞ്ഞുപോയ ഒരു ഭൂരിപക്ഷം പെരിന്തൽമണ്ണയിൽ അത് വർദ്ധിപ്പിക്കുക, ഒരു 4 അക്കത്തിലേക്ക് ഒരു 5 അക്കത്തിലേക്ക് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇത്തവണയും അവിടെ സിറ്റിംഗ് MLA ആയിട്ടുള്ള നജീബ് കാന്തപുരം അവിടെ മത്സരിക്കുന്നു. നജീബ് കാന്തപുരത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പെരിന്തൽമണ്ണയിൽ വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള ക്യാമ്പയിനുകൾ, അങ്ങനെ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം അവിടെ നടത്തിയിട്ടുണ്ട്. 38 വോട്ട് എന്ന് പറയുന്നത് അതൊരു 10K+ ഉയർത്താനുള്ള ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം അവിടെ നടക്കുന്നുണ്ട്. CPM-ൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതീക്ഷ തീർച്ചയായിട്ടും CPM പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. VP മുസ്തഫയിലൂടെ ഈ മണ്ഡലം തിരിച്ചു പിടിക്കാം എന്ന ഒരു കാര്യം തന്നെയാണ് LDF കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അതുകൊണ്ട് തന്നെ പെരിന്തൽമണ്ണയിൽ ശക്തമായ രീതിയിലുള്ള അടിത്തറയിൽ നിന്നുള്ള പ്രവർത്തനം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ LDF ഈ പ്രാവശ്യം എന്ത് വന്നാലും പെരിന്തൽമണ്ണ പിടിച്ചെടുക്കും എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രചാരണ പ്രവർത്തനങ്ങളും എല്ലാം നടത്തിയ ഒരു മണ്ഡലമാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ CPM-ന് അല്ലെങ്കിൽ LDF-ന് അനുകൂലമായി കാറ്റ് വീശും എന്ന പ്രതീക്ഷ LDF കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10,000 വോട്ട് ഇതൊക്കെ മറികടക്കുക എന്ന് പറയുന്നത് അത്ര ഈസിയാണോ എന്നറിയില്ല. എങ്കിൽ കൂടി ഒരു ബലാബലമാണ് ഇവിടെ നടക്കുന്ന ഒരു ഫൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് മഞ്ചേരിയിലേക്ക് പോകാം. മഞ്ചേരിയും കാര്യമായിട്ട് നമുക്ക് ഡിസ്കഷനിൽ സ്കോപ്പ് ഇല്ല. കാരണം അത് വർഷങ്ങളായിട്ട് മണ്ഡലത്തിന് എനിക്ക് തോന്നുന്നു പതിറ്റാണ്ടുകളായിട്ട് ലീഗിന്റെ ഉറച്ച കോട്ട തന്നെയാണ് മഞ്ചേരി എന്ന് പറയുന്നത്. ഇത്തവണ VM മുസ്തഫ CPM മലപ്പുറത്ത് ഇറക്കാറുള്ള സ്ഥിരം ഒരു ടാക്ടിക്സ് ഉണ്ട്. അവരുടെ സ്വതന്ത്രരെ വെച്ചിട്ട് ഉള്ള ഒരു ചില പരീക്ഷണം നമുക്ക് KT ജലീലിലൂടെയൊക്കെ അതാണ് നമ്മൾ കണ്ടത്. അവിടെ UDF-ന് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് M റഹ്മത്തുള്ള അവിടെ ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അത് ലീഗിന്റെ ഉറച്ച കോട്ട തന്നെയാണ്. പ്രത്യേകിച്ച് അതിലൊരു ഡിസ്കഷൻ അവിടെ ഒരു സ്കോപ്പില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. 14,000-ഓളം വോട്ടുകളുടെ ഒരു കംഫോർട്ടായിട്ട് ഒരു മെജോറിറ്റി അവിടെ ഓൾറെഡി അവിടെ ലീഗിന് അവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി മങ്കടയിലേക്ക് പോകാം. അവിടെ മഞ്ഞളാംകുഴി അലി അവിടെ മത്സരിക്കുന്നു. അവിടെ ലീഗ് വർഷങ്ങളായിട്ട് ജയിച്ചു കയറുന്ന മണ്ഡലത്തിൽ 2 തവണ എനിക്ക് തോന്നുന്നു ഈ മഞ്ഞളാംകുഴി അലിയിലൂടെ അവിടെ LDF ജയിച്ചു കയറുന്ന ഒരു സ്ഥിതിവിശേഷം എനിക്ക് തോന്നുന്നു 2001-ലും 2006-ലും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം LDF-ന്റെ കൈവശമായിരുന്നു, അല്ലെങ്കിൽ LDF-ന്റെ കൂടെ തന്നെയായിരുന്നു. ഇത്തവണ UDF-ന്റെ ഒപ്പം അവിടെയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വിക്ടറി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അവിടെ വേറെ മാറ്റം വരാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഒരു മന്ത്രി ഒരു മിനിസ്റ്റർ കാൻഡിഡേറ്റ് കൂടിയാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അവിടെ LDF-ന് വേണ്ടി കുന്നത്ത് മുഹമ്മദ് അവിടെ മത്സരിക്കുന്നു. ഈ പറയുന്ന UDF-ന്റെ മഞ്ഞളാംകുഴി അലി അവിടെ മത്സരിക്കുന്നു. NDA-ക്ക് വേണ്ടി ജോയ് പോൾ മത്സരിക്കുന്നു. മലപ്പുറം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. മലപ്പുറം ഈക്വൽ ടു ലീഗ്, അല്ലെങ്കിൽ തവണ കുഞ്ഞാലിക്കുട്ടി അവിടെ വന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മലപ്പുറം ജില്ലയിൽ ആകമാനം മുസ്ലിം ലീഗിന്റെ ഒരു ഏകീകരണം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം മലപ്പുറത്ത് വന്ന് മത്സരിക്കുകയാണ് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്ര ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് അവിടെ മുസ്ലിം ലീഗ് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് മലപ്പുറം എന്ന് പറയുന്നത് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് UDF-ന്റെ കീശയിൽ ഭദ്രമായിട്ട് തന്നെ ഇരിക്കും. കഴിഞ്ഞ തവണ 30,000-ആണ്. അതും ഉയർത്തുക എന്നുള്ളത് മാത്രമാണ്. അതെങ്ങാനും താന്നു പോയി കഴിഞ്ഞാൽ അവിടെ പരാജയത്തിന് തുല്യമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയായിരിക്കും. പക്ഷേ തവണ കുഞ്ഞാലിക്കുട്ടിയാണ് ഒരു ബിഗ് ഫൈറ്റർ തന്നെയാണ്. അദ്ദേഹം ജയിച്ചത് ഭയങ്കര
നേരത്തെ വേങ്ങരയിലായിരുന്നു കുഞ്ഞാലിക്കുട്ടി മത്സരിച്ചത്. വേങ്ങരയിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകുന്നു. വേങ്ങര ഇത്തവണ കെ എം ഷാജി, നേരത്തെ അഴീക്കോടൊക്കെ മത്സരിച്ച ലീഗിന്റെ സ്ഥാനാർത്ഥി കെ എം ഷാജിയും വേങ്ങരയും ഈ പറയുന്നത് പോലെ സ്ഥിരമായിട്ട് ലീഗിന്റെ കോട്ട തന്നെയാണ്. അവിടെയും ഒരു ചർച്ചകൾക്കൊരു സ്കോപ്പില്ല, അത് ലീഗ് തന്നെ ജയിക്കും. കാരണം അവിടെയും സ്വതന്ത്രരെ നിർത്തിയുള്ള ഒരു പരീക്ഷണം തന്നെയാണ് CPM നടത്തുന്നത്. മുഹമ്മദ് സാബ അദ്ദേഹം അവിടെ മത്സരിക്കുന്നു. UDF വേണ്ടിയിട്ട് ലീഗിലെ കെ എം ഷാജി മത്സരിക്കുന്നു. NDAക്ക് വേണ്ടിയിട്ട് ജയകൃഷ്ണൻ VN മത്സരിക്കുന്നു. അവിടെ നമുക്കൊരു ഡിസ്കഷൻ സ്കോപ്പില്ല തോന്നുന്നു. ഡിസ്കഷൻ ഒന്നുമില്ല, അവിടെ ഷാജി തന്നെ ജയിക്കും എന്നുള്ളത് തന്നെയാണ് ഉറച്ച വിശ്വാസം. കഴിഞ്ഞ പ്രാവശ്യം അഴീക്കോടില് സുമേഷിനോട് പരാജയപ്പെട്ടിരുന്നു. അത് ഷാജിക്ക് ഏൽപ്പിച്ച ഒരു മങ്ങൽ എന്ന് പറയുന്നത് രാഷ്ട്രീയ ജീവിതത്തിന് വല്ലാത്തൊരു പിന്തള്ളപ്പെടുന്ന അവസ്ഥയിലേക്കാണ് വന്നിരുന്നത്. അതിനുശേഷം ഷാജിയുടെ പ്രവർത്തന ശൈലിയിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരികയും ചില അനുകൂല പ്രസംഗങ്ങളിലൂടെയൊക്കെ ഷാജി കയറി വരുന്ന രംഗങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ വേങ്ങരയിൽ നിർത്തി എന്ത് വന്നാലും കെ എം ഷാജിയെ വിജയിപ്പിച്ചെടുക്കേണ്ടത് മുസ്ലിം ലീഗിന്റെ ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ശക്തമായ ഒരു പോരാട്ടം നടന്നെങ്കിലും ഷാജി തന്നെ കെ എം ഷാജി തന്നെ വിജയിച്ചു. നമുക്ക് വള്ളിക്കുന്നിലേക്ക് വരാം. വള്ളിക്കുന്നും അത് ലീഗിന്റെ ഉറച്ച കോട്ട തന്നെയാണ്. അവിടെ ഇത്തവണ മത്സരിക്കുന്ന TV ഇബ്രാഹിം മത്സരിക്കുന്നു. ഒപ്പം തന്നെ BJPക്ക് വേണ്ടി പ്രേമൻ മാസ്റ്റർ മത്സരിക്കുന്നു. ഒപ്പം തന്നെ INL പിന്തുണയോടുകൂടി LDFന് വേണ്ടി അഡ്വക്കേറ്റ് CP മുസ്തഫയും മത്സരിക്കുന്നു. അതും ലീഗിന്റെ കോട്ട തന്നെയാണ്. 14,000-ഓളം വോട്ടുകളുടെ ഉറച്ച ഭൂരിപക്ഷം അവിടെയുണ്ട്. 2011 മുതൽ ശക്തമായിട്ടുള്ള ഒരു കോട്ടയായിട്ട് തന്നെ ലീഗ് 2011 മുതലല്ല, മണ്ഡലത്തിന്റെ രൂപീകരണ കാലഘട്ടം മുതൽ തന്നെ ശക്തമായിട്ടുള്ള ലീഗിന്റെ UDFന്റെ ഒക്കെ ഉറച്ച കോട്ടയായിട്ട് വള്ളിക്കുന്ന് നിൽക്കുന്നു. അപ്രമാദിത്വം തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. നമുക്ക് തിരൂരങ്ങാടിയിലേക്ക് വരാം. തിരൂരങ്ങാടിയും ഈ പറയുന്നത് പോലെ ഉറച്ച കോട്ട തന്നെയാണ്. അവിടെയും ലീഗിന് തന്നെയാണ് ഇത്തവണ സ്വാധീനമുള്ളത് അല്ലെ. PMA സമീർ അവിടെ UDFന് വേണ്ടിയിട്ട് മത്സരിക്കുന്നു. അജിത് കോലടി LDFന് വേണ്ടിയിട്ട്, BJPക്ക് വേണ്ടിയിട്ട് റിജു C രാഘവ് അവിടെ മത്സരിക്കുന്നു. അപ്പോൾ അവിടെയും കഴിഞ്ഞ തവണ ഇത്തവണ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ചൊരു 10,000 താഴെയാണ് 2021 തിരൂരങ്ങാടിയിൽ അവിടെ UDFന് ലഭിച്ച ഭൂരിപക്ഷം. ഓർക്കുക, 2015 30,000-ഓളം വോട്ടുകൾ അവിടെ UDFന് ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. 2016 6,000, 2021 9,000. പക്ഷേ എങ്കിൽ പോലും അവിടെ കാര്യമായിട്ടുള്ള ഒരു മത്സരം ഇല്ല. ആ സീറ്റ് എന്തായാലും UDFന് അനുകൂലമായി തന്നെ വിധി എഴുതും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം അവിടെ ഉണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ തിരൂരങ്ങാടിയിൽ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് വന്നത്. അത് മുസ്ലിം ലീഗിന്റെ ഒരു ഉറച്ച കോട്ടയാണ്. UDFന് കിട്ടിയ വോട്ടുകളുടെ ഷെയർ ഒന്ന് നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഒരിക്കലും പിന്നോട്ട് പോകാനുള്ള സാധ്യതകൾ ഇപ്പൊ കാണുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് താനൂരിലേക്ക് വരാം. കാരണം താനൂർ എന്ന് പറയുന്നത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ തന്നെയാണ്. മണ്ഡലത്തിന്റെ ചരിത്രത്തിന്റെ തുടക്കത്തിലൊക്കെ CH മുഹമ്മദ് കോയൊക്കെ അവിടെ ജയിച്ചു കയറിയ ഒരു മണ്ഡലമാണ് താനൂർ എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ മന്ത്രി V അബ്ദുറഹ്മാനിലൂടെ LDF അത് തിരിച്ചുപിടിക്കുന്നു. എനിക്ക് തോന്നുന്നു നേരിയൊരു ഭൂരിപക്ഷം 985 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മന്ത്രി V അബ്ദുറഹ്മാൻ അവിടെ ജയിച്ചു കയറുന്നത്. LDFന് 2016 LDF ആണ് അവിടെ ജയിച്ചത് 4,900 വോട്ടുകൾക്ക്. 2011 UDF അവിടെ ജയിച്ചു 9,433 വോട്ടുകൾക്ക്. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് PK നവാസ്, ലീഗിന്റെ യുവ മുഖമായിട്ടുള്ള PK നവാസ് അവിടെ മത്സരിക്കുന്നു. BJPക്ക് വേണ്ടി ദീപ പുഴയ്ക്കൽ അവിടെ മത്സരിക്കുന്നുണ്ട്. CPM പിന്തുണയോടുകൂടി അവിടെയും സ്വതന്ത്രരെ നിർത്തിയുള്ള ഒരു പരീക്ഷണം തന്നെയാണ് അവിടെ LDF നടത്തുന്നത്. മുഹമ്മദ് സമീർ അവിടെ മത്സരിക്കുന്നു. അപ്പോൾ താനൂർ എനിക്ക് തോന്നുന്നു അല്ലെ പിടിച്ചെടുക്കാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് വിശ്വാസം. അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വന്നത് അവിടെ നിന്ന് അബ്ദുറഹ്മാൻ മാറി തിരൂരിലേക്ക് പോയി എന്നുള്ളതാണ്. ഇപ്പൊ താനൂരിൽ നിൽക്കുകയായിരുന്നെങ്കിൽ 5 വർഷത്തെ ഒരു പ്രവർത്തന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ വിജയിക്കാനുള്ള സാധ്യത നിൽക്കുമ്പോഴാണ് തിരൂരിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ആ വിജയ സാധ്യതയ്ക്ക് ചില മങ്ങലുകൾ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം താനൂർ എന്ന് പറയുന്ന സീറ്റ് UDFനൊപ്പം തന്നെ നിൽക്കാനുള്ള സാധ്യതകളാണ് തിരിച്ചുപിടിക്കും. അത് മാത്രമല്ല അവിടെ ശക്തമായ ഒരു അടിയൊഴുക്കുകൾ നടന്ന ഒരു മണ്ഡലം കൂടിയാണ്. ആ അടിയൊഴുക്കുകൾ നടന്നുകൊണ്ട് തന്നെ ആ വോട്ടുകളെല്ലാം തന്നെ UDFന് അനുകൂലമായി വരികയും ചെയ്യും. അപ്പോൾ UDFന് അനുകൂലമായി തന്നെ ഈ പ്രാവശ്യം താനൂർ വിധി എഴുതുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അബ്ദുറഹ്മാൻ വന്നത് തിരൂരിലേക്കാണ്. തിരൂർ നമുക്ക് നോക്കാം. തിരൂർ കഴിഞ്ഞവണ ലീഗാണ് ജയിച്ചത്. LDF തരംഗം ഉണ്ടായിട്ട് ലീഗ് അവിടെ ജയിക്കുന്നു. എടുത്തു പറയേണ്ട ഒരു കാര്യം 2011 23,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം ലീഗിനുണ്ടായിരുന്നു. പക്ഷേ 2016 21 ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 7,000-ലേക്ക് കുറയുന്നുണ്ട്. അപ്പോൾ ഒരു മുൻ മന്ത്രി അബ്ദുറഹ്മാൻ അവിടെ മത്സരിക്കുമ്പോൾ ആ ഭൂരിപക്ഷത്തിൽ ഒരു ഇടിവ് സൃഷ്ടിക്കാൻ അവിടെ ലീഗിന് അല്ലെങ്കിൽ LDFന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മണ്ഡലം ഒരുപക്ഷെ വരാനുള്ള സാധ്യത. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്ദുറഹ്മാൻ ആദ്യഘട്ടത്തിൽ മത്സരിക്കാനില്ല എന്ന് പറയുകയും പിന്നീട് പ്രചാരണത്തിൽ വളരെ താമസിച്ച് ഇറങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ മത്സരിക്കാൻ ഞാനില്ല എന്ന് പറയുമ്പോൾ നിർബന്ധപൂർവ്വം LDF നിർത്തിയ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്നത്. വളരെ താമസിച്ച് പ്രചാരണ പ്രവർത്തനത്തിൽ ഇറങ്ങിയപ്പോൾ തന്നെ മന്ത്രി എവിടെ പോയി എന്ന ചോദ്യമൊക്കെ അന്തരീക്ഷത്തിൽ മുഴുങ്ങിയിരുന്നു. സ്ഥാനാർത്ഥി എവിടെ എന്ന ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒരു നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ UDFന് അത് ഗുണകരമായി ഭവിക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അബ്ദുറഹ്മാൻ പിന്നീട് ഉള്ള സമയത്ത്, അതായത് പിന്നീട് പ്രചാരണത്തിലൊക്കെ സജീവമാവുകയും അടി തൊട്ട് തന്നെ, അതായത്
ബേസ് മുതൽ തന്നെ പ്രവർത്തനം തുടങ്ങുക ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ തുടക്കത്തിലുണ്ടായിരുന്ന ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ എന്നൊക്കെ പറയുന്നത് അവിടെ ഉള്ള വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ UDF-ന് അവിടെ ഒരു സാധ്യത ഉണ്ട്. എന്നാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന്റെ നേതൃപാഠവും ഉണ്ട്. അതൊക്കെ വോട്ടായി മാറുമെങ്കിൽ ഒരുപക്ഷെ, എന്നാലും ബലാബലം തന്നെയാണ്. ബലാബലം. നമുക്കിനി കോട്ടക്കലിലേക്ക് പോകാം. അതും ലീഗിന്റെ ഉറച്ച കോട്ട തന്നെ. വർഷങ്ങളായിട്ട് അവിടെ ലീഗ് ജയിച്ചുകൊണ്ടിരിക്കുന്നു. 2021 16,000-ഓളം വോട്ടുകൾ, 16-ൽ 15,000-ഓളം വോട്ടുകൾ, 2011-ൽ 35,000-ഓളം വോട്ടുകൾ. നമുക്കറിയാം 2011 ഒരു ട്രെൻഡ് എല്ലാ മണ്ഡലങ്ങളും എടുത്തു നോക്കുമ്പോഴാണ് UDF ഭരണത്തിൽ വന്നതാണ്. എല്ലാ മണ്ഡലങ്ങളിലും ലീഗ് ജയിച്ചത് കനത്ത ഭൂരിപക്ഷത്തിൽ തന്നെയാണ്. ഒരുപക്ഷെ 2011 2026-ൽ ആവർത്തിക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അതെ, ലീഗ് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം 2 ടേമിലായിട്ട് ഭരണം നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു, ഘടകകക്ഷിയായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലായിരുന്ന ലീഗിന് ഈ പ്രാവശ്യം എങ്ങനെയും ഭരണം നിലനിർത്തുക എന്നുള്ള, അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വരിക എന്നുള്ളത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. ഇല്ലെങ്കിൽ ആ പാർട്ടി തന്നെ ഒരുപക്ഷെ ശിഥിലമാവാനുള്ള അല്ലെങ്കിൽ പിരിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതായത് UDF-ൽ നിന്ന് തന്നെ ഒരുപക്ഷെ മാറാനുള്ള സാധ്യതകളും ഒക്കെ വിദൂരമല്ലാതെ. അപ്പൊ എന്ത് വന്നാലും ഈ പ്രാവശ്യം വിജയിക്കുക എന്നുള്ളത് ലീഗ് കണക്കുകൂട്ടി തന്നെ ഇറങ്ങിയതാണ്. അതുകൊണ്ട് ഈ സീറ്റും കിട്ടുമെന്നുള്ളത് തന്നെയാണ്. നമുക്കിനി 2 ശ്രദ്ധേയമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്ന 2 മണ്ഡലങ്ങൾ, തവനൂര്, പൊന്നാനി. ഇത് 2 മണ്ഡലങ്ങളും ഏത് വിധേന തിരിച്ചു പിടിക്കുക എന്നുള്ളത് UDF-ന്റെ ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്. തവനൂര് നമ്മൾ വാർ റൂമിൽ ചർച്ച ചെയ്ത പോലെ VS ജോയി ആണ് അവിടെ മത്സരിക്കുന്നത്. മറു സൈഡിൽ KT ജലീൽ അവിടെ മത്സരിക്കുന്നു. കഴിഞ്ഞ 1-2 തവണയായിട്ട് KT ജലീൽ ആ മണ്ഡലം രൂപീകൃതമായ സമയം 2011 മുതൽ തന്നെ KT ജലീലാണ്. രൂപീകൃതമായ സമയം മുതൽ തന്നെ KT ജലീൽ LDF-ന് വേണ്ടി ആ മണ്ഡലം കാത്തു സൂക്ഷിക്കുന്നു. പക്ഷേ ഇത്തവണ ഏത് വിധേനയും തങ്ങളുടെ അക്കൗണ്ടിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് VS ജോയി. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് എങ്കിൽ പോലും ലീഗ് തങ്ങളുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ പോലെ തന്നെ കണ്ടുകൊണ്ടാണ് VS ജോയിക്ക് വേണ്ടിയിട്ട് അവിടെ പ്രചരണത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു കാടിളക്കിയുള്ള പ്രചരണം അവിടെ നടന്നു എന്ന് മാത്രമല്ല, VS ജോയി എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയുടെ DCC പ്രസിഡന്റാണ്. അദ്ദേഹം DCC പ്രസിഡന്റ് ആയി വന്നതിന് ശേഷം ഒരു ക്യാമ്പയിൻ നടത്തി. മലപ്പുറം ജില്ലയിൽ UDF-ലേക്കുള്ള ഒഴുക്ക് തുടരുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു ക്യാമ്പയിനായിരുന്നു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കോൺഗ്രസിലേക്ക് ആളുകൾ ഒരുപാട് ചേരുന്ന ഒരു സംഭവം ഉണ്ടായി. ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ തരംഗമായി മാറിയ ഒന്നായിരുന്നു. അങ്ങനെ DCC പ്രസിഡന്റ് എന്ന രീതിയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ വലിയൊരു കയ്യടി നേടിയ ഒരു വ്യക്തിയാണ് VS ജോയി എന്ന് പറയുന്നത്. തിരുവമ്പാടി സ്ഥാനാർത്ഥിയായി നിർത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് അത് വേണ്ട എന്ന് വെക്കുകയും തവനൂരിലേക്ക് വരികയും ചെയ്തു. തവനൂർ എന്ന് പറയുന്നത് ശക്തനായ ഒരു എതിരാളി തന്നെയാണ്. പക്ഷെ തുടക്കം മുതൽ തന്നെ ഉള്ള VS ജോയിയുടെ പ്രചരണം എന്ന് പറയുന്നത് യുവാക്കളെയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കയ്യിൽ എടുത്തുകൊണ്ടുള്ള ഒരു പ്രചരണമായിരുന്നു. അത് വോട്ടായി മാറും എന്നുള്ളത് തന്നെ പ്രതീക്ഷ. പക്ഷെ അപ്പോഴും ചില ഭയാശങ്കകൾക്ക്, ആശങ്കയ്ക്കൊക്കെ കാരണമായി നിൽക്കുന്നുണ്ട്. കാരണം ഈ മണ്ഡലം രൂപീകരിച്ച സമയം മുതൽ തന്നെ KT ജലീൽ എന്ന് പറയുന്ന വ്യക്തി ആണ് അവിടെയുള്ളത്. KT ജലീലിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ഉള്ളിലുള്ള കുറച്ച് വോട്ടുകൾ അത് ജലീലിന്റെ കയ്യിലുണ്ട്. അതെനിക്ക് തോന്നുന്നു കുഞ്ഞാലിക്കുട്ടിയോട് ഒക്കെ വിരോധമുള്ള കുറച്ച് മുസ്ലിം ലീഗ് വോട്ടുകൾ അത് KT ജലീലിനൊപ്പം ഉണ്ട് എന്നുള്ള, KT ജലീൽ പോക്കറ്റിലുണ്ട് എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ വിജയിച്ച് കയറാനുള്ള സാധ്യത. ഈ വോട്ടുകളിൽ ഒരു വിള്ളൽ വരുത്താൻ VS ജോയിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ VS ജോയി ഇവിടെ വിജയിക്കും. അത് വിജയിക്കുകയാണെങ്കിൽ വലിയ ഭൂരിപക്ഷമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു ഭൂരിപക്ഷത്തിൽ VS ജോയി വിജയിച്ച് കയറാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാലും ബലാബലമാണ്, പ്രവചനാതീതമാണ്. കാരണം എനിക്ക് തോന്നുന്നു VS ജോയിക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു റോജി. കാരണം കഴിഞ്ഞ തവണ ഫിറോസ് കുന്നുംപറമ്പിൽ മത്സരിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 2000-3000 ഇടയിലുള്ള ഭൂരിപക്ഷത്തിലാണ് KT ജലീലിന് അവിടെ ജയിച്ചു കയറാൻ സാധിച്ചത്. വളരെ നേരത്തൊരു ഭൂരിപക്ഷം. ആ ഒരു ഭൂരിപക്ഷത്തെ VS ജോയിയുടെ വ്യക്തിപ്രഭാവം കൊണ്ട്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് എന്ന ആ ഒരു മുഖം കൊണ്ട്, ലീഗുമായിട്ടുള്ള നല്ലൊരു ബന്ധം കൊണ്ട് മറികടക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വളരെ നേരത്തെ ഒരു ഭൂരിപക്ഷം മാത്രമാണ് KT ജലീലിന് കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഒരു മത്സരം ഫിറോസ് കുന്നുംപറമ്പിലിന് അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഇത്തവണ ഈ പറയുന്ന തവനൂര് അല്ലെ, തവനൂര് VS ജോയിക്ക് കോൺഗ്രസിന് അനുകൂലമായി ചിന്തിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. ഇതിനു മുമ്പ് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ DCC പ്രസിഡന്റ് ആയിരുന്ന VV പ്രകാശ് ആയിരുന്നു എതിരാളി. പക്ഷേ വലിയൊരു മാർജിനിൽ തന്നെ VV പ്രകാശ് തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം 2026 വരുമ്പോൾ മറ്റൊരു DCC പ്രസിഡന്റാണ് തവനൂരിൽ മത്സരിക്കുന്നത്. അപ്പോൾ ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്ന വോട്ടുകൾ നിലനിർത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷേ UDF-നെ സംബന്ധിച്ചിടത്തോളം ഉള്ള വോട്ടുകൾ നിലനിർത്തുന്നതിനോടൊപ്പം തന്നെ ഭൂരിപക്ഷ വോട്ടുകൾ കൂടി പെട്ടിയിലേക്ക് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ മാത്രമാണ് ഇവിടെ UDF-ന് ഒരു വിജയസാധ്യത ഉണ്ടാകുക. ഇപ്പൊ ഒരു 90 സീറ്റുകൾക്ക് മുകളിലേക്ക് UDF പോവുകയാണെങ്കിൽ അതിൽ ഒരു സീറ്റ് തവനൂർ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്ക് ലാസ്റ്റ് മലപ്പുറത്തെ പൊന്നാനിയിലേക്ക് വരാം. പൊന്നാനി നമുക്കറിയാം 10-20 വർഷം മുമ്പാണ് അവസാനമായിട്ട് അവിടെ ഒരു UDF സ്ഥാനാർത്ഥി ജയിച്ച് കയറിയത്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെജോറിറ്റിയിൽ തന്നെയാണ് നിലവിൽ അവിടെ CPM ജയിച്ച് നിൽക്കുന്നത്. 17,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷം 2021 അവർക്ക് ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഒരു ഏത് വിധേനയും പൊന്നാനി തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യം UDF-നുണ്ട്. കാരണം ഈ 100+ അല്ലെങ്കിൽ 100 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് നടക്കണമെങ്കിൽ ഈ പറയുന്ന മലപ്പുറത്ത് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള ഈ പൊന്നാനി, തവനൂര്, നിലമ്പൂർ
ഓൾറെഡി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൂടെ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞ അബ്ദുറഹ്മാന്റെ ആ ഒരു മണ്ഡലം അതൊക്കെ തിരിച്ചു പിടിക്കേണ്ടിയിരിക്കുന്നു. 16 ഔട്ട് ഓഫ് 16 നേടിയെടുക്കുകയാണെങ്കിൽ അത് ലീഗിന് ഒരു ആശ്വാസം തന്നെയാണ്, കോൺഗ്രസിന് വലിയൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ പൊന്നാനി കാടിലൊക്കെയുള്ള പ്രചരണം നടന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ KP നൌഷാദ് അലി അവിടെ മത്സരിക്കുന്നു. CPM-ന് വേണ്ടി അഡ്വക്കേറ്റ് MK സക്കീർ അവിടെ മത്സരിക്കുന്നുണ്ട്. ഇന്ത്യക്കും അല്പമൊക്കെ സ്വാധീനമുള്ളൊരു മണ്ണാണ്. ഈ മനീഷ് അവിടെ BDJS സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. 16-ലും 21-ലും ഒരു 10K+ ഭൂരിപക്ഷം CPM-ന് അവിടെ ഉണ്ടായിരുന്നു. ആ ഭൂരിപക്ഷത്തെ മറികടക്കുക എന്നത് പറയുന്നത് കോൺഗ്രസിന് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പൊന്നാനി എന്ന് പറയുന്ന സീറ്റ് എത്രത്തോളം UDF-ന് ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്ക ഉണ്ട് പൊന്നാനി. കാരണം കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് LDF-ന് ഒപ്പം തന്നെ ഉള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു കാടിളക്കിയുള്ള പ്രചാരണമൊക്കെ നടത്തി. അപ്പോൾ എങ്ങനെയും തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം തന്നെ UDF-നുണ്ട്. പക്ഷേ എന്നാലും ഒരു ആശങ്ക തന്നെയാണ് അവിടെയും ഉള്ളത്. കഴിഞ്ഞ തവണ 50%+ വോട്ട് ഷെയർ ആണ് അവിടെ LDF-നുള്ളത്. അപ്പോൾ അതിനെ മറികടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മലപ്പുറത്ത് എന്തായിരിക്കും നമുക്ക് ഫൈനലി പറയാൻ സാധിക്കും? ഫൈനലി പറയുകയാണെങ്കിൽ 2 സീറ്റിന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രശ്നമുള്ളൂ. അത് ഒന്ന് തവനൂരാണ്, മറ്റൊന്ന് പൊന്നാനിയാണ്. ബാക്കിയുള്ള 14 സീറ്റുകളും UDF-ന്റെ പോക്കറ്റിലായിരിക്കും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ. UDF നേതൃത്വം പറയുന്നത്, അണികൾ പറയുന്നതെല്ലാം 16 സീറ്റുകളും തങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് പറയുന്നതെങ്കിലും മലപ്പുറം ജില്ല മൊത്തത്തിൽ തൂത്തുവാരും എന്നുള്ളതാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ മലപ്പുറം ജില്ലാ പഞ്ചായത്തില് ഒരു രീതിയിലുമുള്ള പ്രതിപക്ഷം ഇല്ലാതെയാണ് വിജയിച്ചിരുന്നത്. പ്രതിപക്ഷം ഇല്ലാത്ത ഏക ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ, അത് മലപ്പുറം ജില്ലയാണ്. അപ്പോൾ കോൺഗ്രസിന് UDF-ന് ശക്തമായ ഒരു വേരോട്ടം ഈ കഴിഞ്ഞ കാലത്തിൽ അവിടെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് തന്നെ 16 സീറ്റുകൾ നേടും എന്ന് നേതാക്കൾ പറയുമ്പോഴും ഒരു 14 സീറ്റ് നേടും. എനിക്ക് തോന്നുന്നു, എന്റെ ഒരു പ്രവചനം 16-ൽ 15 എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊന്നാനി വേണമെങ്കിൽ നമുക്ക് LDF-ന് കൊടുക്കാം. ബാക്കി എല്ലാ മണ്ഡലങ്ങളും UDF ജയിച്ചു കയറാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു ശക്തമായിട്ടുള്ള UDF തരംഗം ആഞ്ഞു വീശുകയാണ്. തീർച്ചയായും മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുകയാണെങ്കിൽ 16 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഈ 16 നിയമസഭാ മണ്ഡലങ്ങളും നേടും എന്ന ഉറച്ച വിശ്വാസമാണ് UDF കോട്ടകളിൽ ഉള്ളത്. എന്നാൽ ഏതെല്ലാം സീറ്റുകൾ തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലും പ്രവർത്തനത്തിലുമായിരുന്നു LDF ഉണ്ടായിരുന്നു. എന്തായാലും കാത്തിരുന്ന് കാണാം.